Guys, welcome back to my channel. ഞാനിപ്പോൾ നിൽക്കുന്നത് മൈസൂർ കൊട്ടാരത്തിൻ്റെ അതായത് മൈസൂർ പാലസിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ. നല്ല സൺസെറ്റ് ടൈമാണ്. ഏകദേശം 100-200 കിലോമീറ്ററായിട്ട് ഞാൻ ഓട്ടിച്ചോണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ റെൻറ്റിനെടുത്ത വണ്ടിയാണ്. ഞാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വണ്ടിയായിരുന്നു കേട്ടോ. റെൻറ്റിനെടുക്കാനാണെങ്കിലും അല്ലാതെ ഓടാനാണെങ്കിലും ഒരു താല്പര്യം വരാത്തൊരു വണ്ടിയാണ്. കാരണം ഇതിൻ്റെ മുമ്പത്തെ ജനറേഷനൊക്കെ വണ്ടി ഓട്ടിച്ച് ആ ഒരു താല്പര്യം പോയതാണ് കേട്ടോ. ഏത് വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആൾട്ടോ K10 എന്നുള്ള വണ്ടിയാണ്. ഇത് നമ്മുടെ നോർമൽ മാനുവൽ ഗിയർ ബോക്സ് അല്ല, AMT ഗിയർ ബോക്സ് ആണ് കേട്ടോ. അതായത് ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ജസ്റ്റ് ഡോർ അടയ്ക്കുന്നു. കീ ഇതാണ് കേട്ടോ, ഇതിൻ്റെ കീ വരുന്നത്. ജസ്റ്റ് നമ്മൾ ഓണാക്കുന്നു, ബ്രേക്ക് ചവിട്ടുന്നു, ചാവി ഓണാക്കുന്നു, ന്യൂട്രാക്കുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 18 കിലോമീറ്ററാണ് എനിക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്. ഏകദേശം 10-20 കിലോമീറ്ററോളം ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിന് മൈലേജ് കിട്ടും കേട്ടോ. അപ്പോൾ മാനുവൽ എങ്ങനെ വരും 23+ കിട്ടാനാണ് ചാൻസ് കേട്ടോ. നമ്മൾ ഹാൻഡ് ബ്രേക്ക് എടുക്കുന്നു, ഡ്രൈവ് മോഡിലിടുന്നു, ജസ്റ്റ് നമ്മൾ ഒന്ന് വളച്ചിട്ട് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവുന്നുണ്ട്. ഞാൻ ചവിട്ടിയിടൊന്നുമില്ല, ജസ്റ്റ് മൂവ് ആവുന്നുണ്ട്. റിവേഴ്സ് ഇടാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുക, ഇങ്ങനെ ആക്കുക, റിവേഴ്സ് ആക്കുക. ജസ്റ്റ് നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കലി തന്നെ സാധനം ആയിക്കോളും. ജസ്റ്റ് നമ്മൾ ഫുൾ കറക്കി ഓടിക്കുന്നു. നമുക്കിത് ഇങ്ങോട്ട് ഇട്ടിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ പോകുന്നു. ജസ്റ്റ് നമുക്കിത് ഇവിടെ ഇടാം, ഇവിടെ ഇട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരാം. ഇവിടെ ഇട്ട് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം കാണിച്ചു തരാം. ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് പിടിക്കുന്നു, ജസ്റ്റ് നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്നു, എന്നിട്ട് ഡ്രൈവിലിടുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. അപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്കിൽ വണ്ടി ലോഡ് പോവുകയും ഡ്രൈവിലിട്ടിരുന്ന വണ്ടി ഇറങ്ങി പോകാതെ നിന്നോളും. ഇൻ കേസ് അങ്ങനെ ഒരു ഇറങ്ങി പോകുന്നൊരു പേടി ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അടയ്ക്കുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, നേരെ പറഞ്ഞ സമയത്ത് ഫ്രണ്ട് ഹെഡ് ലാമ്പ് ഇതാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ ഓൾട്ടോ K10, പഴയ K10 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. അതിനുശേഷം വന്ന മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ഓൾട്ടോ K10ൻ്റെ ആ ഒരു മോഡൽ. ഇവിടെ ഹാലോജൻ ഇൻഡിക്കേറ്ററാണ്, പാർക്ക് ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹാലോജൻ ഹെഡ് ലൈറ്റുമാണ് പറഞ്ഞത്. സുസുക്കിയുടെ ഒരു ലോഗോ പറഞ്ഞുണ്ട്. ഇവിടെ നമ്മളൊരു വലിയ ബോണറ്റ് പറഞ്ഞുണ്ട്. ഇവിടെ ഒരു വൈപ്പറിൻ്റെ ആ ഒരു ഫ്ലൂയിഡ് പറഞ്ഞാൽ 3 പോകും കേട്ടോ. അത് പാട് കണ്ടാൽ നമുക്കറിയാം. ഞാൻ അല്ലാതെ വൈപ്പർ വാഷ് ചെയ്തപ്പോൾ 3 പോകുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ടാക്സി അല്ല, റെൻറ്റഡ് വണ്ടികളിലേക്ക് നമ്പർ പ്ലേറ്റ് ബ്ലാക്കിൽ യെല്ലോയിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇതുപോലെ റെൻറ്റഡ് പരിപാടിക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കാർ എടുത്തിട്ട് റെൻറ്റിന് വിട്ടാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അതിൻ്റെ CC അടഞ്ഞു പോകാനും, അതുപോലെ തന്നെ എക്സ്ട്രാ നിങ്ങൾക്കൊരു സൈഡ് ഇൻകവുമായിട്ട് നിങ്ങൾക്ക് ഒരു പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര സേഫ് പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഫാസ്റ്റ് ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫാസ്റ്റ് ടാഗ് എക്സ്ട്രാ നമ്മൾ എത്രയാണ് പോകണം അതിനനുസരിച്ച് ചാർജ് ചെയ്ത് നല്ലൊരു ടീമാണ് കേട്ടോ. ഇത് നമ്മൾ ഡീൽ ചെയ്ത് ആളുടെ നമ്പറൊക്കെ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ മറ്റേ വേറെ സ്ഥലത്ത് പോയി 5000 ഡെപ്പോസിറ്റ് കൊടുത്ത് അങ്ങനത്തെ പരിപാടി നമ്മൾ വണ്ടി അവിടെ കൊണ്ട് വെച്ച് എന്നിട്ട് ഇത് എടുത്തുകൊണ്ട് വരികയാണ് പറയുന്നത്. ഡെപ്പോസിറ്റ് വേണമെന്ന് പറഞ്ഞു, പക്ഷേ നമ്മൾ വണ്ടി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഡെപ്പോസിറ്റ് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ദെൻ താഴോട്ട് വരുമ്പോൾ ഫോക്ക് ലാമ്പ് കാര്യങ്ങളൊന്നുമില്ല, വലിയൊരു ബമ്പറാണ് പറഞ്ഞത്. ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷിനുള്ള ഒരു ഹണിക്കോം ഗ്രില്ല് കാര്യങ്ങളാണ് പറഞ്ഞത്. താഴെ അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷിനുള്ള പരിപാടി മാത്രമാണ് പറഞ്ഞത്. വേറെ ഇവിടെ അതിൻ്റെ ഫോക്ക് ലാമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് കപ്പാണ് കേട്ടോ വരുന്നത്. അലോയ്സും കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. ടയർ സൈസ് വരണമെന്ന് പറഞ്ഞാൽ 145 80 13 ഇഞ്ചിൻ്റെ വീലാണ് കേട്ടോ പറഞ്ഞത്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ പറഞ്ഞുണ്ട്. ഓട്ടോ ഫോൾഡ് പരിപാടി ഒന്നുമില്ല. ഇത് ബോഡി കളറല്ല, നമ്മൾ തന്നെ മാനുവലി മടക്കാൻ പറ്റുന്ന ഒരു മിററാണ് പറഞ്ഞത്. ഒരു FM ആൻറ്റിനെ ഇവിടെ പറഞ്ഞുണ്ട്. ഫ്രണ്ട് 2 സൈഡ് പവർ വിൻഡോ, ബാക്കിൽ നമുക്ക് പവർ വിൻഡോ അല്ല വരുന്നത്, നമുക്ക് കറക്കി തുറക്കാനുള്ള സാധനമാണ് കേട്ടോ പറഞ്ഞത്. പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് ടയർ സൈസ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ ഇത് ടെയിൽ ലാമ്പ് വരും. ഹാലോജൻ ഇൻഡിക്കേറ്ററാണ് പറഞ്ഞത്. റിവേഴ്സ് ലാമ്പ് കൂടെയാണ് വരുന്നത്. ബ്രാക്കിൻ്റെ എവിടെയാണ് പറഞ്ഞത്. ഓൾട്ടോ എന്ന് എഴുതിയിട്ടുണ്ട്. K10 എന്നൊരു ബാഡ്ജിങ് ഉണ്ട്, സുസുക്കി ഉണ്ട്. നമുക്ക് ബാക്കിൽ തുറക്കാനായിട്ട് ഇത് വെച്ച് തുറക്കാൻ പറ്റും. ഇതിൻ്റെ ഡിക്കി സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസാണ്. അത്യാവശ്യം മാന്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കും. ഗ്യാസ് സ്വിച്ചൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു മാന്യമായിട്ട് ഓട്ടിക്കാനായിട്ട്, അതായത് ഒരു സാധാ ഒരു ജോലി എല്ലാ ജോലിയും അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. ഒരു നോർമൽ സാലറിയിൽ 2 പിള്ളേരും ഭാര്യയും ഭർത്താവും കൂടെ ബൈക്കിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ കുറച്ച് പൈസ അടച്ചാൽ നിങ്ങൾക്ക് ഇത് ഫിനാൻസിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ കുറേ അധികം ആൾക്കാർ പറയുന്നത് ഈ ഓൾട്ടോ വഴിക്ക വണ്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഒരു 200 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചിട്ട് എനിക്ക് വേറെ ബാക്ക് പെയിൻ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഈ വണ്ടിയിൽ 4 പേര് ഇരുന്നാണ് വന്നത്. 3 പേര് എന്നെക്കാളും നല്ല സൈസുള്ള ആളാണ്. ഞാൻ മാത്രമാണ് സൈസ് കുറഞ്ഞ ഒരാൾ വന്നത്. എനിക്ക് പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. നല്ല സ്പേസ് ഉണ്ട്, കാലൊന്നും അങ്ങനെ തട്ടണമൊന്നുമില്ല. അവർക്കെല്ലാവർക്കും നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലുള്ള സീറ്റ് നല്ല ബാക്ക് വലിച്ചിട്ടും ബാക്കിൽ ഇരുന്ന ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒരു അണ്ടർ റേറ്റഡ് സാധനമായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ ഒരു സാധനം. ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതിൻ്റെ വീഡിയോ ചെയ്തില്ല എന്നതിൽ എനിക്കൊരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പരിപാടി വരുന്നത്. വേറെ സ്പോയിലർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചു നോക്കിയത്. ടോട്ടലി സ്റ്റോക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുന്നത്. കാരണം റെൻ്റൊക്കെ ഓടാൻ വേണ്ടി എടുക്കുന്ന സാധനമില്ല, അതൊന്നും വേറെ പണിയേണ്ട ആവശ്യമില്ല. സെൻട്രൽ ലോക്ക് പരിപാടി ഒന്നുമില്ല, എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഡോർ ലോക്കാവും. അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ 4 ഡോറും അൺലോക്ക് ആവും. തുറന്ന് അകത്ത് കയറുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിടിയുണ്ട്, പിടിച്ചകത്ത് കയറാം. ഇവിടെ നമുക്ക് പവർ വിൻഡോ കാര്യങ്ങളൊന്നും ഇവിടെ അല്ല പറഞ്ഞത്. നമുക്ക് പവർ വിൻഡോ വരുന്നത് ഇവിടെയാണ് പവർ വിൻഡോ വരുന്നത്. ഇവിടെ നമുക്ക് തുറക്കാനുള്ളത്, ഇവിടെ ലോക്ക് ചെയ്യാനുള്ളത്, ഇവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. വേറെ സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കീസും കാര്യങ്ങളൊക്കെ ഇടാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പേഴ്സ് കാര്യങ്ങളൊന്നും ഇരിക്കത്തില്ല. വേറെ നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ കാര്യങ്ങളൊന്നും. അത്യാവശ്യം എൻ്റെ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സ്പീക്കറൊക്കെ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് കാലൊന്നും തട്ടുന്നില്ല കേട്ടോ. എനിക്കിത് ഇങ്ങനെയാണ് കാലിരിക്കുന്നത്. ഇവിടെ ഡെഡ് പെഡൽ കാര്യങ്ങളുണ്ട്. എൻ്റെ കാല് ഇങ്ങനെ ഇരിക്കും. ബ്രേക്ക് ഇവിടെ ചവിട്ട, ആക്സിലേറ്റർ ഇവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ബാക്ക് നല്ല സീറ്റ് ഞാൻ ബാക്കിലോട്ട് ഇട്ടൊക്കെയാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ഇവിടെ നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ വയ്ക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സൊക്കെ ഇടണമെങ്കിൽ ഇടാൻ പറ്റും. ഹാൻഡ് ബ്രേക്ക് എടുത്താലും അതിനൊരു ബുദ്ധിമുട്ടൊന്നും വരില്ല. ഹാൻഡ് ബ്രേക്ക് വരിക. ഇവിടെ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇടാനുള്ളതാണ് പറഞ്ഞത്. മ്യൂസിക് സിസ്റ്റം പറഞ്ഞുകൊണ്ട് ആൻഡ്രോയിഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോ പറഞ്ഞു, ഹസാർഡ് പറഞ്ഞു, AC മാനുവലാണ് കേട്ടോ. നമുക്ക് ഫാനിൻ്റെ കൂട്ടാം, കാലിലടിക്കണമെങ്കിൽ കാലിൽ, തലയിലടിക്കണമെങ്കിൽ തലയിൽ, അങ്ങനെ ഇങ്ങനെ അടിക്കാൻ പറ്റും. AC സ്വിച്ച് ഓൺ ഓഫ് ആക്കാം. 120 വാട്ട് 12 വാട്ട് വരെ വരുന്ന നമുക്കൊരു ബ്രിക്ക് കൊടുക്കാൻ പറ്റും. USB പരിപാടിയൊക്കെ ഇവിടെ അല്ല കൊടുക്കാനുള്ളത്, ഇവിടെയാണ് കൊടുക്കാനുള്ളത്. പാട്ട് കേൾക്കാനായിട്ട് ആക്സും കൊടുക്കാൻ പറ്റും. ഇവിടെ ട്രാക്ക് മാറ്റുന്നത് AC വെൻറ്റ് ഇവിടെ 2 പറഞ്ഞുണ്ട്. ഇവിടെ ഒരു AC വെൻറ്റ് പറഞ്ഞുണ്ട്. അവിടെ അതുപോലെ ഒരു AC വെൻറ്റ് പറഞ്ഞുണ്ട്. ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടാ സീറ്റിൽ എയർ ബാഗ് ഉണ്ട്, SRS എയർ ബാഗ് സീറ്റിലും വരുന്നുണ്ട് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സീറ്റിൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ചധികം സാധനങ്ങൾ സേഫ്റ്റി പരമായിട്ട് നോക്കുകയാണെങ്കിൽ കിടിലം ഫീച്ചേഴ്സ് സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് പറഞ്ഞുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളാണ്, മുറുക്ക് അച്ചപ്പം അതൊക്കെ ചവയ്ക്കാൻ വെച്ചിട്ടങ്ങനെയാണ്. ഇവിടെ ഒരു കുപ്പി വയ്ക്കുക. സെയിം സാധനം തന്നെ, അപ്പുറത്തുള്ള സെയിം സാധനമാണ് ഇപ്പുറത്തും പറഞ്ഞത്. ഇവിടെ മിറർ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് പറഞ്ഞത് ഒരു വാം ലൈറ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ഒന്നുമില്ല. രാത്രിയാകുമ്പോൾ നമുക്ക് എന്നെ പിടിച്ച് താഴോട്ട് വയ്ക്കണം. പക്ഷേ എന്നാൽ നമുക്ക് കാണാനും പരിപാടിയൊന്നും പറ്റില്ല. ഇതിന് നമുക്ക് ചാവി ഓണാക്കുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഡ്രൈവ് ഏതിലാണ് കിടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ എത്ര മൈലേജ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ വണ്ടി ഇനി 131 കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ട് 1500 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചാട്ടോ. എന്നിട്ട് ഇനി 131 ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. നല്ല മൈലേജ് ഉണ്ട്. പെട്രോൾ ഉണ്ടായിരുന്നു, അതിന് പോകുമ്പോൾ നമുക്ക് ബാക്കി അടിച്ചു കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. മറ്റേ നമ്മളവിടത്തൊക്കെ പോലെ ലുപ്തിച്ചിട്ടൊന്നും ഇട്ടക്കിനവന്മാരൊന്നുമല്ല. മിനിമം 2-3 കട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. 12,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ക്ലസ്റ്ററിലുള്ള സാധനം. പിന്നെ ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പാർക്ക് ഇടാം, ഹെഡ്ലൈറ്റ് ഇടാൻ പറ്റും, ഇൻഡിക്കേറ്റേഴ്സ് ഇടാൻ പറ്റും, വൈപ്പർ ഇടാൻ പറ്റും, ഹോൺ അടിക്കാൻ പറ്റും. ബാക്കിൽ വൈപ്പർ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇത് ചാവി ഓഫ് ചെയ്തിട്ട് ഊരിയിട്ട് അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്പേസ് കാര്യങ്ങൾ നോക്കാം. തുറന്നിട്ട് നമ്മൾ അകത്ത് കയറുമ്പോൾ ഇത് നല്ല ബാക്കിലോട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഇത് അവൻ്റെ ക്യാമറ ബാഗാണ്. ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇട്ടുന്നത് നമുക്ക് സുഖമായിട്ട് ഇവിടെ കാര്യം വെച്ച് ഇങ്ങനെ ഇരിക്കാം. കണ്ട നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഞാൻ ഇത്രയും ഓൾട്ടോയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓൾട്ടോ 800, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി 800 ഉണ്ടല്ലോ, ഇപ്പോൾ നിർത്തി. അപ്പോൾ ആ 800 വരെയൊക്കെ ഞാൻ മറ്റേ സാധനം അടിച്ചടേ. മറ്റേ ഇറങ്ങുമ്പം നമ്മൾ മറ്റേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റേ സാധനം ഉണ്ടല്ലോ, ആ സാധനം എപ്പോഴും അടിക്കണമല്ല. പണ്ട് മറ്റേ അമേരിക്കക്കാരെ മാത്രമാണ് സാധാരണ അടിച്ച വീഡിയോ കണ്ടിട്ടുള്ളത്. എനിക്കും ഇപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ബാക്ക് തുറക്കുന്നു. ഈ സീറ്റ് ഏറ്റവും ബാക്കിലോട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതാ ഇതിൽ കയറുമ്പോൾ സ്പേസ് നോക്ക്. ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു കാറെന്ന മോഹം, അതായത് എവിടെയെങ്കിലും പോകാൻ അത്യാവശ്യത്തിനൊരു വണ്ടി മതി എന്നുണ്ടെങ്കിൽ ഇത് ഒരു കുഴപ്പമില്ല. ഓട്ടോമാറ്റിക് എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ AMT ഓട്ടിക്കേണ്ട രീതിക്ക് ഓട്ടിച്ച് നമുക്ക് ലാഗൊന്നും ഫീൽ ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ ബാംഗ്ലൂർ മൈസൂർ റോഡ് ഒന്നും നോക്കാനില്ല, കാല് ചവിട്ടി വെച്ചിരുന്നാൽ മതി. 100-120 വരെയൊക്കെ ചുമ്മാ കയറിപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല കേട്ടോ. ഒരു ചെറിയ ലാത്തലുണ്ട്. ഈ വണ്ടിയിലൊക്കെ അത്രയ്ക്കൊന്നും പോവല്. ഒരു 100 മാക്സിമം പോയി ഒരു 110 അതിലൊന്നും മുകളിൽ പോവേ ചെയ്യില്ല. അത്രയും നല്ല റോഡ് ഉണ്ടെങ്കിൽ മാത്രം, ക്രോസ് വിൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ അത്ര കയറിപ്പോളൂ. ലിമിറ്റ് ഉണ്ടെങ്കിൽ അവിടെ 100 ലിമിറ്റ്. ആ ഒരു റേഞ്ചിലാണ് പോയത്. എന്താ ഒരു പ്രശ്നമില്ല. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ ഇൻബിൽറ്റ് ആയിട്ട് പറഞ്ഞാണ്, ഊരാൻ പറ്റുന്നതൊന്നുമില്ല. ഇതിലും അങ്ങനെ തന്നെ 2 പേർക്ക് ഉള്ളത് വെച്ചിട്ടുള്ളൂ. സെൻറ്ററിലൊന്നുമില്ല. പക്ഷേ സെൻറ്ററിൽ സീറ്റ് ബെൽറ്റ് ഉണ്ട് കേട്ടോ. ഇത് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളുണ്ട്. സെൻറ്റർ ടണലും കുറവാണ് കേട്ടോ. വലിയ ടണലൊന്നുമില്ല. 3 പേർക്ക് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവൂടെ. ഒരു കുട്ടിക്കും 2 വലിയ ആൾക്കാർക്ക് ഇരിക്കാൻ ഒരു പ്രശ്നമില്ല. ഇത് നല്ല ഫ്രണ്ടിലോട്ടും കൂടെ ഇട്ടതിനാണ് ഉണ്ടോ സ്പേസ് കണ്ടോ. എന്ത് സ്പേസ് എന്ന് നോക്കിയാണ് ഇതിനകത്ത്. പിന്നെ ഇത് മറ്റേ വലിച്ച താരണയൊന്നുമല്ല. പിന്നെ സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല ഈ പൈസയ്ക്ക് കിട്ടുന്നത്. ഇപ്പം വലിയ പൈസയൊന്നുമില്ല. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയത്, അല്ലെങ്കിൽ അടുത്തുള്ള മാരുതി ഷോറൂമിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധനം അത്യാവശ്യം കൊള്ളാടെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓട്ടിച്ചിട്ടും എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സച്ച് എ നൈസ് സാധനം. ഒരു ചെറിയ വിലയ്ക്ക്, ഒരു ചെറിയൊരു ഫാമിലിക്ക്, വലിയ റഫ് യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ സാധനം കൊണ്ടു നടക്കാമെന്നുള്ളേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. ഒരു ഓഫീസ് ടു വീട്, വീട് ടു ഓഫീസ്, അത്യാവശ്യം സൺഡേസിൽ പുറത്ത് പോകണം ഫാമിലി ആയിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. വൺ ഡേ ഒരു 200-400 കിലോമീറ്റേഴ്സൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ലടേ. അല്ലാതെ ലോങ് പോകാനൊക്കെ നിങ്ങൾ വേറെ വണ്ടിയൊക്കെ ചൂസ് ചെയ്യണത് നല്ലതായിരിക്കും.
അപ്പോൾ അങ്ങനത്തെ വേറെ ലോങ് ഡ്രൈവ് ആവശ്യങ്ങൾക്ക് എന്തായാലും ആൾക്കാർ വേറെ വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം ചെറിയ യൂസൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൊണ്ടു നടക്കുന്നത് നല്ലതായിരിക്കും. സോ വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം കേട്ടോ, ഈ ഒരു പൈസയ്ക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ എൻജിൻ റൂം വേണമെങ്കിൽ കാണിച്ച് തരണില്ലടാ. എൻജിൻ റൂമൊക്കെ ഞാൻ ഫുള്ള് ഇത് പൊടി, ഞാൻ വണ്ടി ചെക്ക് ചെയ്യാൻ നേരത്തെ ഫുള്ള് നോക്കിയ സമയത്ത് ഫുള്ള് പൊടിയടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ടാണ് എൻജിൻ റൂം കാണിച്ചു തരാത്തത്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ചധികം സാധനങ്ങൾ, സച്ച് എ നൈസ് സാധനം ഗൈസ്. അപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയിലെ വീഡിയോ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്, നമുക്കത് ചെയ്യാം. പിന്നെ SOS ഇത് ഇവർ ചെയ്തായിരിക്കും കേട്ടോ. ഇത് ഞെക്കിയാൽ ചിലപ്പം എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഞെക്കാനായിരിക്കും. ഇതിൻ്റെ എന്താ ഈ റെൻറ്റ് ചെയ്ത ടീമിൻ്റെ പരിപാടിയായിരിക്കും, അല്ലാതെ ഷോറൂമിൽ വെച്ച് ചെയ്തതൊന്നും ആയിരിക്കാൻ ചാൻസ് ഇല്ല. സോ ഓട്ടോമാറ്റിക് വേറെ കലിപ്പൊന്നുമില്ല, നൈസ് സാധനം. ഓട്ടിക്കണമെന്നുള്ളവർക്ക് വാങ്ങിച്ച് ഓട്ടിക്കാൻ കേട്ടോ. പിന്നെ ഗിയർ മാനുവലി നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോർമലി ഓട്ടിക്കും പോലെ തന്നെ മാനുവലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ഇതുണ്ട്, കാല് കൊടുക്കാതെ തന്നെ വണ്ടി നല്ല മൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ. സോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ചെയ്യാം. എന്തായാലും ഒരു ദിവസം കൂടി വണ്ടി എൻ്റെ കയ്യിൽ കാണും. എന്തായാലും ഈ വണ്ടിയിലെ വീഡിയോ ഇറങ്ങുമ്പോഴും ഈ വണ്ടി നമ്മളെ കയ്യിൽ തന്നെ കാണും. എന്തെങ്കിലും ഡൗട്ടുകൾ ഇരുന്നാൽ കേളുങ്ക, തമ്മിലും കൂടെ എടുത്തിട്ട് പോകാം കേട്ടോ. ഓക്കേ.